നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ വില്യം വേഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയം ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസും മീനിങ്സും ഒക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യേണ്ടായി. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യണം. പോയവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നമുക്ക് 4 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യണം. Activity 1. What man has made of man is one of the most striking expression in the poem Lines Written in Early Spring. It describes the feelings of Wordsworth, the poet, and his thoughts about human activities against nature. What made the poet think so? What man has made of man എന്നത് ഈ പോയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്കിംഗ് എക്സ്പ്രഷനാണ്. അത് വേഡ്സ്വർത്തിൻ്റെ ഫീലിങ്സ് സൂചിപ്പിക്കുന്നു. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എഗെയിൻസ്റ്റ് നേച്ചർ എന്തുകൊണ്ടാണ് കവി അങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം? ദ ബെസ്റ്റ് പോർഷൻ ഓഫ് എ ഗുഡ് മാൻസ് ലൈഫ് ഹിസ് ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് ലവ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെസ്റ്റ് പോർഷൻ ഓഫ് മാൻസ് ലൈഫ്, ഗുഡ് മാൻസ് ലൈഫ് ഈസ് ലിറ്റിൽ നെയിംലെസ് അൺറിമെമ്പേർഡ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് ലവ്. അവൻ്റെ വളരെ ചെറിയ പേരില്ലാത്ത, നെയിംലെസ്, പേരിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ അറിയപ്പെടാതെ പോകുന്ന, അൺറിമെമ്പേർഡ്, ഓർക്കപ്പെടാതെ പോകുന്ന ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് ലവ് ആണ്. അവൻ്റെ ദയയുടെയും സ്നേഹവുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്ന വളരെ നിസ്സാരമായ ചില കാര്യങ്ങളാണ്. ബട്ട് വി ഹാവ് ലവ്ഡ് അതേഴ്സ് വിൽ ലവ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുക എന്നത് പ്രധാനമാണ്. മറ്റുള്ളവർക്കും കൂടി ഇഷ്ടമുള്ളവയാണ് നമ്മളുടെ കൂടി ഇഷ്ടമായിരിക്കേണ്ടത്. ആൻഡ് വി വിൽ ടീച്ച് ദം ഹൗ റെസ്റ്റ് ആൻഡ് ബി താങ്ക്ഫുൾ. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ എങ്ങനെയാണ് അവർക്ക് നന്ദിയുള്ളവരാവുക ആൻഡ് റെസ്റ്റ് ചെയ്യുക എന്നൊക്കെ അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് പ്രകൃതിയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നേച്ചറുമായി ബന്ധപ്പെടുത്തിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പലപ്പോഴും അങ്ങനെ ആയി മാറാറുണ്ട്. നമ്മുടെ കൈൻഡ്നസ് ആൻഡ് ലവ് ഒരു പക്ഷേ അത് അൺറിമെമ്പേർഡ് ആയിരിക്കും, നമ്മൾക്കതുമായി ബന്ധപ്പെട്ട് പേരൊന്നും കിട്ടണമെന്നില്ല, നെയിംലെസ് ആയിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. ഇനി ആക്ടിവിറ്റി 2. വില്യം വേഡ്സ്വർത്ത് പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് അപ്പീലിംഗ് ടു ദ റീഡേഴ്സ് ബിക്കോസ് ഓഫ് ഹിറ്റ്സ് പോയറ്റിക് ഡിവൈസ്. ഈ കവിത ഇത്ര പ്രധാനപ്പെട്ടതാവാനുള്ള കാരണം, അപ്പീലിംഗ് ആവാനുള്ള കാരണം അതിൻ്റെ പോയറ്റിക് ഡിവൈസുകളാണ്. താഴെയുള്ള ബോക്സുകളിൽ അതൊന്ന് ഫില്ല് ചെയ്യാനാണ്. പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, ഇമാജറി ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, റൈം സ്കീം ഉണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഈ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. Personification is a figure of speech in which a thing or idea, animal. പേഴ്സോണിഫിക്കേഷൻ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മൃഗം, വാട്ട് എവർ ഇറ്റ് മേ ബി, മനുഷ്യനല്ലാത്ത ഒന്ന് ഈസ് ഗിവൻ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. അതിന് മനുഷ്യൻ്റെ ഗുണങ്ങൾ കൊടുക്കപ്പെടുകയാണ്. നോൺ ഹ്യൂമൻ ഒബ്ജക്ട്സ് ആർ പോർട്രേഡ് ഇൻ സച്ച് എ വേ ദാറ്റ്. അപ്പോൾ നോൺ ഹ്യൂമൻ ആയ ഈ ഒബ്ജക്റ്റുകൾ പോർട്രേ ചെയ്യപ്പെടുന്നു സച്ച് എ വേ ദാറ്റ് വി ഫീൽ ദേ ഹാവ് എബിലിറ്റി ടു ആക്ട് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്. അവർക്ക് മനുഷ്യരെ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഉള്ള രീതിയിൽ നമ്മൾ അവർക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങൾ എന്ത് ചെയ്യുക, അവരെ ആട്രിബ്യൂട്ട് ചെയ്തിട്ട് പറയുന്നതിനെയാണ്. എക്സാമ്പിൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മളുടെ ഇതിൽ തന്നിട്ടുള്ളത് ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ എന്നാണ്. അപ്പോൾ സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അവരുടെ ചിറകുകൾ വിടർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നീർത്തി പിടിക്കുന്നു എന്ന് പറയുന്നത് സാധാരണ ഒരു ജീവനുള്ള വസ്തുക്കൾക്കേ പറ്റൂ. പക്ഷേ മീൻസ് മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ പക്ഷികൾക്കൊക്കെ പറ്റൂ. ട്വിഗ്സ് അങ്ങനെ ചെയ്യുന്നു എന്നാണ്. ടു ക്യാച്ച് ദ ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഫ് ദിസ് ബിലീവ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, ഇത് ആകാശങ്ങളിൽ നിന്നാണ് ഉള്ളതെങ്കിൽ ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അത് നേച്ചറിൻ്റെ ഹോളി പ്ലാൻ ആയിരിക്കും. പ്ലാനൊക്കെ ഉള്ളത് മനുഷ്യനാണ്.
അപ്പോൾ നേച്ചറിന് അങ്ങനെ പ്ലാൻ ഉള്ളതായിട്ട് ഒക്കെ പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ നോൺ ഹ്യൂമൻ തിങ്സിന് ഹ്യൂമൻ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ദെൻ ഇമാജറി. ഇമാജറി ഈസ് ലാംഗ്വേജ് ദാറ്റ് അപ്പീൽസ് ടു ദ 5 സെൻസസ്. നമ്മളുടെ 5 സെൻസുകൾ അപ്പീൽ ചെയ്യുന്ന ലാംഗ്വേജാണ് ഇമാജറി. ദ റൈറ്റർ യൂസസ് സെൻസറി ഡീറ്റെയിൽസ് ടു അപ്പീൽ ടു റീഡേഴ്സ്. നമ്മളുടെ ഈ 5 സെൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് റീഡേഴ്സിന് അപ്പീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇൻ ടേൺ റീഡേഴ്സ് ഫ്രം ഇമാജിൻസ് സൈറ്റ്, സൗണ്ട്, സെൻസേഷൻസ് ഓർ മൂവ്മെൻറ്റ്സ്, സ്മെൽസ് ആൻഡ് ടേസ്റ്റ് ദെയർ മൈൻഡ്സ്. അപ്പോൾ ആ ടേമുകൾ, ആ വാക്കുകൾ പലപ്പോഴും നമുക്ക് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട്, കേൾവിയുമായി ബന്ധപ്പെട്ട്, മറ്റ് സെൻസേഷനുകളുമായി ബന്ധപ്പെട്ട്, സ്മെല്ലുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ കൊണ്ടുവരും. കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ സെൻസ് ആൻഡ് ഇമാജറി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു. സെൻസ് ഓഫ് സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു സാധനം പറയുമ്പോൾ അത് വിഷ്വൽ ഇമേജറിയാണ്. കേൾവിയുമായി ബന്ധപ്പെട്ട് ഓഡിറ്ററി ഇമേജാണ്. സെൻസ് ഓഫ് ടേസ്റ്റ് ഗസ്റ്റേറ്ററി ഇമേജ്. സെൻസ് ഓഫ് സ്മെൽ ഓൾഫാക്ടറി ഇമേജറി. സെൻസ് ഓഫ് ടച്ച് ടാക്ടൈൽ ഇമേജറി. കാഴ്ച വിഷ്വൽ, ഹിയറിങ് ഓഡിറ്ററി, ടേസ്റ്റ് ഗസ്റ്റേറ്ററി, സ്മെല്ല് ഓൾഫാക്ടറി, ടച്ച് ടാക്ടൈൽ. എക്സാമ്പിൾസ് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഇമേജറി ഓഡിറ്ററി, ഡിസ്ക്രൈബ് വാട്ട് വി ഹിയർ. മ്യൂസിക്, നോയ്സ്, സൈലൻസ് ഒക്കെ ഓഡിറ്ററി ഇമേജാണ്. അതിൻ്റെ താഴെ ടാക്ടൈൽ ഇമേജ്, ഡിസ്ക്രൈബ് വാട്ട് വി ടച്ച് ഓർ ഫീൽ. നമ്മൾ ടച്ച് ചെയ്യുകയോ ഫീൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനെ ടാക്ടൈൽ ഇമേജ് എന്ന് പറയും. ടെക്സ്ചർ, മൂവ്മെൻറ്റ്, ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അറിയാവുന്നൊരു മൃദുലമായത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ടച്ചുമായി ബന്ധപ്പെട്ടാണല്ലോ നമുക്ക് കിട്ടുക. അതേപോലെ അപ്പുറത്തെ സൈഡ് വിഷ്വൽ, ഡിസ്ക്രൈബ് വാട്ട് വി സീ, കളേഴ്സ്, പാറ്റേൺസ്, ഷേപ്പ്, സൈസ്. ഓൾഫാക്ടറി ഡിസ്ക്രൈബ്സ് വാട്ട് വി സ്മെൽ, നൈസ് ഫ്രാഗ്രൻസ്, ബാഡ് ഓർഡർ ഒക്കെ അങ്ങനെയാണ്. ഗസ്റ്റേറ്ററി ഡിസ്ക്രൈബ്സ് വാട്ട് വി ടേസ്റ്റ്, സോർ, സ്വീറ്റ്, അസിഡിക്, ബിറ്റർ, സാൾട്ടി ഒക്കെ അതിൽ പെടുന്നതാണ്. നമ്മൾ പോയത്തിൽ വരുന്നത് വിഷ്വൽ ഇമേജറും ഓഡിറ്ററി ഓൾഫാക്ടറി ഇമേജസ് ആണ്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അത് വിഷ്വൽ ഇമേജാണ്. അവ പ്ലേ ചെയ്യുന്നതും അതേപോലെ തന്നെ ഹോപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു എന്നാണല്ലോ. ഐ ഹേർഡ് 1,000 ബ്ലൻഡഡ് നോട്ട്സ്. ഇത് കേൾവിയെ സൂചിപ്പിക്കുന്നതാണ്. എവരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. അത് ഓൾഫാക്ടറി ഇമേജർ. ഇനി അലിട്രേഷൻ വരുന്നുണ്ട്. അലിട്രേഷൻ ഡെഫിനേഷൻ രണ്ടാമത്തെ സൈഡിൽ ദ റെപ്പിറ്റീഷൻ ഓഫ് കോൺസണൻസ് ഓർ സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് 2 or more വേർഡ്സ് ഇൻ എ ലൈൻ ഓഫ് പോയട്രി. ഒരു ലൈൻ ഓഫ് പോയട്രിയിൽ കോൺസണൻറ്റ് സൗണ്ടുകൾ ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ, ബിഗിനിങ് ഓഫ് 2 or more വേർഡ്സ്, 2 അതിലധികമോ വേർഡുകളുടെ തുടക്കത്തിൽ ഒരേപോലെയുള്ള കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അലിട്രേഷൻ പറയുക. ദ ട്രീ സ്വെയ്ഡ് ഷൈലി ഇൻ ദ സമ്മർ ബ്രീസ്. ഇതൊരു ലൈൻ ഓഫ് പോയാണ്. അപ്പോൾ ഇതിൽ സ്വെയ്ഡ്, ഷൈലി, സമ്മർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അലിട്രേഷൻ എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ ഫെയർ ഈസ് ഫോൾ ആൻഡ് ഫോൾ ഈസ് ഫെയർ. സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഹവർ ത്രൂ ദ ഫോഗ് ആൻഡ് ഫിൽത്തി എയർ. നമ്മുടെ പോയത്തിൽ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അവിടെ ഒരു അലിട്രേഷൻ വരുന്നുണ്ട്, എം സൗണ്ട്. ദാറ്റ് ഫ്ലവർ വാസ് പ്ലഷർ ദർ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ. അവിടെയും നമുക്ക് ഈ അലിട്രേഷൻ കാണാം. പിന്നെ റൈം സ്കീം AB എന്നതാണ് ഈ പോയത്തിൽ. നമ്മൾ നേരത്തെ പോയ എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. These lines speak man's vital relationship with nature. Discuss the right and appreciation of the poem. അപ്പോൾ ഈ വരികൾ ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. ആ ഫെയർ വർക്ക് എന്നിലുള്ള ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ സോളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം. ആ ഫെയർ വർക്ക് എന്നിലും പ്രകൃതിയിലും ഒരേപോലെയുള്ള ഫെയർ വർക്കാണല്ലോ ദൈവം ചെയ്തിട്ടുള്ളത് എന്നുള്ള ചിന്ത. ഇൻ ദ പോയം വേർഡ്സ്വർത്ത് ഡിസ്ക്രൈബ്സ് എ ബിറ്റർ സ്വീറ്റ് മൊമെൻറ്റ്. ഈ പോയത്തിലൊരു ബിറ്റർ സ്വീറ്റ് മൊമെൻറ്റ്, 2 വികാരങ്ങളും ഒരുപോലെയുള്ള സമയമാണ്. ദ സ്പീക്കർ റിക്ലൈൻസ് ഇൻ ബ്യൂട്ടിഫുൾ ഗ്രോ സറൗണ്ടഡ് ബൈ ദ ബ്ലൻഡഡ് നോട്ട്സ് ഓഫ് നേച്ചർ ഗെറ്റ് എവർ ആസ് ഹി എൻജോയ് ദ സീൻ.
സ്പീക്കർ റിക്ലൈൻസ് ആശ്വാസപൂർവ്വം ഇരിക്കുകയാണ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രോയിൽ ബൈ ദ ബ്ലെൻഡഡ് നോട്ട്സ് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പ്രകൃതിയിലെ. എറ്റ് എവർ ആസ് ഹി എൻജോയ്സ് ദ സീൻ എക്കാലത്തെയും പോലെ അയാൾ ആ സീൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഇൻസ്പയേഴ്സ് എ മെലങ്കളി മൂഡ് ആൻഡ് ദ സ്പീക്കർ ബിഗിൻസ് ടു ഹാവ് ഡാർക്ക് തോട്ട്സ് അബൌട്ട് ഹ്യൂമാനിറ്റി. അതൊരു മെലങ്കളി മൂഡ് അദ്ദേഹത്തിൽ കൊണ്ടുവരുന്നു, ദുഃഖം ഉള്ള മൂഡ്. സ്പീക്കർ ഡാർക്ക് തോട്ട്സ് അബൌട്ട് ഹ്യൂമാനിറ്റിയെക്കുറിച്ച് ഒരു ഡാർക്ക് തോട്ടുകൾ കവിയുടെ ഉള്ളിൽ വന്നു. നേച്ചർ ഹാസ് കണക്റ്റഡ് ഷെൽഫ് ടു ദ സ്പീക്കർ സോൾ. നേച്ചർ സ്പീക്കറുടെ ആത്മാവുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിട്ട്, കണക്റ്റഡ് സെൽഫായിട്ട് തോന്നി. ലീഡിങ് ഹിം സാഡ്ലി കൺസിഡർ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ആ ചിന്ത മനുഷ്യൻ പ്രകൃതിയിലുള്ളതാണ് എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ദുഃഖചിന്തകൾ കൊണ്ടുവന്നു. മനുഷ്യൻ എന്താണ് മനുഷ്യനെ ചെയ്യുന്നത് എന്ന്. അറ്റ് ദ എൻഡ് ഓഫ് ദ പോയം സ്പീക്കർ ലുക്സ് മോർ ക്ലോസ്ലി അറ്റ് ദ സീമിംഗ്ലി ജുബിലൻറ്റ് ബേർഡ്സ്. പോയത്തിൻ്റെ അവസാനത്തുമ്പോഴേക്കും കവി പക്ഷികളെ കാണുന്നുണ്ട്, പ്ലാന്റ്സിനെ കാണുന്നുണ്ട്, ആൻഡ് ക്രിയേറ്റേഴ്സ് ഓഫ് നേച്ചർ മറ്റ് ജീവജാലങ്ങളെ കാണുന്നുണ്ട്. ട്രൈങ് ടു ഡിസൈഡ് വെദർ ദേ ആർ റിയലി ഫുൾ ഓഫ് പ്ലഷർ ഓർ നോട്ട്. അവയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല അവ പൂർണ്ണമായും സന്തോഷത്തിലാണോ എന്നറിയുന്നില്ല. എങ്കിൽ പോലും ഈ ഡിസൈഡ് ദാറ്റ് ദേ ആർ, അദ്ദേഹം ഉറപ്പിക്കുന്നു അവർ വളരെ ഹാപ്പിയാണ്. നേച്ചർ ഇൻ ദിസ് പോയം ഡസ് എവരിത്തിങ് റൈറ്റ്. പ്രപഞ്ചം എല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് മാൻ ഹു ഫെയിൽഡ് ബൈ റിജക്റ്റിംഗ് നേച്ചർ. മനുഷ്യനാണ് അത് റിജക്റ്റ് ചെയ്തതുകൊണ്ട് പ്രകൃതിയിൽ പരാജയപ്പെട്ടു പോയത്. മറ്റ് ജീവജാലങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ട്, മനുഷ്യന് മാത്രമാണ് അതിന് കഴിയാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതുപോലെ തന്നെ നോട്ട് ബുക്കിലേക്ക് വരച്ച് എൻ്റെ ആൻസറൊക്കെ എഴുതി കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ഓക്കെ.